ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അട ഉണ്ടാക്കലാണ്. വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് കൊടുക്കും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ അധികം ബേക്കറി പലഹാരം അങ്ങനെ വാങ്ങാറില്ല, വല്ലപ്പോഴും കൊതി തോന്നും മാത്രം വാങ്ങി കഴിക്കും. അപ്പോൾ വിചാരിച്ചു നമുക്കെന്നാൽ പിന്നെ ഇലയട ഉണ്ടാക്കാമെന്ന്. ഇലയട എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ മൈദയിൽ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് പേട്ടൻ്റെ വകയാണ്. അപ്പോൾ ഏട്ടൻ അരിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അരിപ്പൊടി ഉപ്പും ഇട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത് മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കരയും തേങ്ങയും ഏലക്കായും കൂടി മിക്സാക്കി എല്ലാം കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ശർക്കരയിൽ കുറച്ച് വെള്ളം കൂടിയ പോലെ തോന്നിയപ്പോൾ കുറച്ച് അവലും കൂടി ഇട്ട് എല്ലാം ഒരു പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. അവലും കൂടി ഇട്ടിട്ടൊന്ന് അതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടൻ ഇല വെട്ടിക്കൊണ്ട് വന്ന് കഴുകി ആൾ പരത്താൻ തുടങ്ങി. ആൾ തന്നെയാണ് കേട്ടോ. കുറച്ചിങ്ങനെ വെള്ളം തൊട്ട് നനച്ച് ആൾ ചെയ്യുന്നുണ്ട്. കുറേ എണ്ണം ചെയ്ത് അവസാനം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 കൈ കൊണ്ടൊക്കെ ഇട്ട് പരത്തുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ തന്നെ കഴിക്കുന്നില്ല, നമ്മൾ കൈയൊക്കെ വൃത്തിയായിട്ടുണ്ട് എന്തായാലും കഴിക്കുള്ളൂ. പിന്നെ ആളെന്നെ നല്ല വൃത്തിക്ക് വന്നെല്ലാം ചെയ്ത് വന്ന് എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-12 ഉണ്ടായിരുന്നു. എല്ലാം നല്ലോണം അടക്കി വെച്ച് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിന് ശേഷം എല്ലാം ഇതുപോലെ മടക്കിയിട്ടാണ് വെക്കുന്നത്. മടക്കി എല്ലാം കൂടി ഒരുമിച്ചിട്ട് ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ കുട്ടികൾ സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തകൃതിയായിട്ട് അട ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടയെല്ലാം വേവിക്കാനെല്ലാം ഒരുമിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ അവർ കഴുകലെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോഴത്തേക്കും കട്ടൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് ഇലയൊക്കെ തുറന്നു ആൾ കഴിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് മോന്. നല്ല അടയായിരുന്നു. കുട്ടികൾ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. ഇലയുടെ പിന്നെ എല്ലാവരും ഉണ്ടാക്കുമല്ലോ അല്ലേ, പ്രത്യേകിച്ച് എല്ലാവരോടും അതിൻ്റെ ടേസ്റ്റൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ